നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസ് ഓഫീസിൽ നടന്ന റെയ്ഡിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ആദായ നികുതി വകുപ്പിന്റെയും ഇഡിയുടെയും തുടർ നടപടികളുടെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സൗബിന് ഉടൻ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനു, കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന്റെ ആദായ നികുതി വകുപ്പിന്റെയും ഇഡിയുടെയും അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന റെയ്ഡിന്റെ തുടർച്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി അറിയണമെങ്കിൽ അത് സൗബിൻ ഷാഹിർ തന്നെ പറയേണ്ടതുണ്ട്. അതിനാണ് സൗബിൻ ഷാഹിറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങുന്നത്. എന്തായാലും വൈകാതെ തന്നെ നോട്ടീസ് നൽകി സൗബിൻ ഷാഹിറിനെ വിളിച്ചു വരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ സംഭവം ഇത് ആദായ നികുതി വകുപ്പിൻ്റെയും ഇഡിയുടെയും ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇതിന് കാരണമായത് യഥാർത്ഥത്തിൽ ഇത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നതെങ്കിലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മഞ്ഞുമ്മൽ ബോയ്സിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കില്ല. മറ്റ് തട്ടിപ്പുകൾ കൂടി, അതായത് പറവ ഫിലിംസിൻ്റെ പേരിൽ നടന്ന മറ്റ് നിർമ്മാണ സംരംഭങ്ങളുടെ ഭാഗമായി എന്തെല്ലാം തട്ടിപ്പ് നടന്നിട്ടുണ്ടോ അതുകൂടി അന്വേഷിക്കുന്നുണ്ട്. ഈ മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ചാണ് കൂടുതലായി വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ 28 കോടി രൂപ പലരിൽ നിന്നായി ഈ പറവ ഫിലിംസിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നു. ഈ പണം ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയതെന്ന് പറയുമ്പോൾ തന്നെ GST അടിസ്ഥാനമായി നടത്തിയ അന്വേഷണത്തിൽ 19 കോടി രൂപ മാത്രമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് കണ്ടെത്തൽ. ഒരുപക്ഷെ മറ്റ് ബാക്കി തുക നികുതി വെട്ടിപ്പാണോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതാണോ എന്നറിയില്ല. അതിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പല രീതിയിലാണ്. ഒന്ന്, വരുമാനം കുറച്ചു കാണിച്ചുള്ള നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, അല്ലാത്ത വേറെ പല രീതിയിൽ, അതായത് നികുതി ഇതിനകത്ത് എൻട്രി ചെയ്യാത്തതുണ്ട്. ഈ നൽകിയ പണത്തിനും വാങ്ങിയ പണത്തിനുമൊക്കെ ഇത് വരുമാനവും ചെലവും അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇത് GSTയിൽ ഉൾപ്പെടുത്താതെ നടന്നതുണ്ടാകാം. എന്തായാലും GST അടിസ്ഥാനമായുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ 28 കോടി രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 28 കോടി രൂപ ഈ സിനിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടില്ല. അത് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കാര്യം. പക്ഷേ ഇതിൽ മാത്രമല്ല അന്വേഷണം. കൂടുതൽ മറ്റ് നിർമ്മാണ സംരംഭങ്ങൾ, റിലീസുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് സിനിമകളുടെ കൂടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് മൊത്തം ഈ പറവ ഫിലിംസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം രീതിയിൽ നികുതി വെട്ടിപ്പുണ്ട് എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഇതോടൊപ്പം തന്നെ സൗബിൻ ഷാഹിറിൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം നടക്കും. ഇതിൽ ഈ സംഭവത്തിന് തുടക്കം അല്ലെങ്കിൽ കേസ് ഇത് ഇത്ര വിശദമായി ഇത് ഇഡിയിലേക്കും ആദായ നികുതി വകുപ്പിലേക്കും ഇത് എത്താനുള്ള ഒരു കാരണത്തിന് തുടക്കമായത് സിറാജ് എന്ന വ്യക്തി നൽകിയ ഒരു പരാതിയാണ്. ഇയാളാണ് ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം, കോടിക്കണക്കിന് രൂപ നേട്ടമുണ്ടാക്കിയ ഈ ചിത്രത്തിന് നിർമ്മാതാക്കൾ പക്ഷേ 1 രൂപ പോലും മുടക്കിയിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഈ പടത്തിന് ഈ സിനിമയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് 7 കോടി രൂപ സിറാജ് നൽകിയത് ആ പണം കൊണ്ടാണ്. പിന്നീട് ഇയാൾക്ക് 40% ഇതിൽ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇയാളെ കൊണ്ട് ഈ പണം മുടക്കിച്ചത്. മറ്റൊരു വ്യക്തി സുജിത്തുണ്ട്. സുജിത്ത് 11 കോടി രൂപ ഈ പറവ ഫിലിംസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഈ 19 കോടി രൂപയുടെ ഒരു കണക്കാണ്. പക്ഷേ ഈ സിറാജിന് ലാഭവിഹിതം നൽകിയില്ല, പണവും നൽകിയില്ല എന്നതിനെ തുടർന്ന് സിറാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസാകുന്നത്. പിന്നീട് സൗബിൻ ഷാഹിറിൻ്റെ മറ്റ് പാർട്ട്നേഴ്സ്, പറവ ഫിലിംസിലെ മറ്റ് പങ്കാളികളെ കൂടി കേന്ദ്രീകരിച്ചായി അന്വേഷണം. പിന്നീട് റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡിൻ്റെ തുടർച്ചയായാണ് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നത്. പറവ ഫിലിം ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ പേരിൽ മാത്രം തന്നെ കോടികളുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സിനിമകളുടെ നിർമ്മാണം, റിലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി എന്തായാലും അന്വേഷണ പരിധിയിലുണ്ട്. എത്രത്തോളം രൂപ മൊത്തത്തിൽ വ്യക്തിപരമായിട്ടാകട്ടെ സ്ഥാപനത്തിൻ്റെ പേരിലാകട്ടെ അത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നു. എന്തായാലും ഈ പണം മുടക്കിയ നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ ഈ പറവ ഫിലിംസിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്ത് 28 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ലാഭവിഹിതങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് പരാതിയുള്ളത്. അതും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും എത്ര തട്ടിപ്പ് നടന്നിട്ടുണ്ട്, 60 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നു എന്നതാണ് പ്രാഥമികമായി GST വെട്ടിപ്പിന്റെ പേരിൽ നടത്തിയ അന്വേഷണത്തിൽ ആദായ നികുതി വകുപ്പിനും IT-ക്കും വ്യക്തമായിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയായി എന്തായാലും അതൊരു വലിയ, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇത്രയധികം വലിയ ക്രമക്കേട് നടന്നു എന്ന തരത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത്. 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്നാണ് ഈ അന്വേഷണ സംഘങ്ങൾ പറയുന്നത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ സൗബിനെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമപരമായ വശമെന്ന് പറയുന്നത്. അതിലേക്കാണ് അവർ പോകാൻ പോകുന്നത്. വിവരങ്ങളാണ് തിയോഫിൻ നമുക്ക് നൽകിയത്.